പറയുകയായിരുന്നു. ഇലക്ഷനിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ 88-ാം ബൂത്തിൽ ട്രൂ ലൈൻ പബ്ലിക് സ്കൂളിൽ 2 ബൂത്തുണ്ട്, 88, 89. അവിടെ VVPAT ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ VVPATൻ്റെ യൂണിറ്റിൽ പ്ലീസ് ചേഞ്ച് ബാറ്ററി എന്നുള്ളതാണ് ഡിസ്പ്ലേ വരുന്നത്. പോളിംഗ് ഓഫീസർ പുതിയൊരു ഓഫീസറാണെന്ന് തോന്നുന്നു. അവർ കുറച്ച് ആശങ്കയിലുമാണ്. അപ്പോൾ ഞാൻ അവരെ സമാധാനിപ്പിച്ചു. അവരെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അധികം ആളുകളെ അവർ 7 മണിക്ക് പ്രതീക്ഷിച്ചിട്ടുമില്ല. വരി നിൽക്കുന്ന ആളുകൾ 20-ലേറെ പുരുഷന്മാരും 15ഓളം സ്ത്രീകളുമുണ്ട്. അപ്പം ഇനി അത് മാറ്റാനെടുക്കുന്ന സമയവും മറ്റു കാര്യങ്ങളുമായിട്ട് അവർക്കൊരു ചെറിയ ആശങ്കയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു സമയമെടുത്തത് മാറ്റിക്കോളൂ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഉള്ളിൽ ചെയ്യാം. മറ്റേ ബൂത്തിൽ വോട്ടിംഗ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള യൂണിറ്റിലുള്ള ഡിസ്പ്ലേ എററാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ബാറ്ററി എറർ ആയിരിക്കില്ല, ഡിസ്പ്ലേ എറർ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് പുനരാരംഭിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ വൈകുന്നത്. തിരക്കുണ്ട് എല്ലാവിടെയും. അത് ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ, ജനം വരി നിന്ന് വോട്ട് ചെയ്യുമെന്ന് ആദ്യം പറഞ്ഞതാണ്. അതായത് സാധാരണഗതിയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഒരു 3 മുതൽ 5% വരെ വീഴ്ചയുണ്ട്, കുറവുണ്ട്. അത് ഏത് ബൈ ഇലക്ഷനിൽ എത്ര തന്നെ ആയാലും സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അതിവൈകാരികമായിട്ടും നടക്കുന്നൊരു തിരഞ്ഞെടുപ്പ് അല്ലാത്തൊരു സാഹചര്യത്തിൽ. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ആ ഡെഫിസിറ്റിനെ മറികടന്ന് നെറ്റ് ശതമാനം എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ദശാംശമെങ്കിലും കൂടാനാണ് സാധ്യത. ഒപ്പം ടോട്ടൽ പോൾ ചെയ്ത വോട്ടുകൾ എന്തായാലും കഴിഞ്ഞ തവണത്തെ എണ്ണത്തേക്കാൾ കൂടുതലായിരിക്കുകയും ചെയ്യും. VVPATലെ ബാറ്ററി യൂണിറ്റിന്റെ ഡിസ്പ്ലേ എററാണ് കാണിക്കുന്നത്. പ്ലീസ് ചേഞ്ച് ബാറ്ററി എന്നാണ് കാണിക്കുന്നത്. അത് ഡിസ്പ്ലേ എററാണോ ടെക്നിക്കൽ എററാണോ എന്ന് അവർ വെരിഫൈ ചെയ്തു. അസിസ്റ്റൻസ് വിളിച്ചിട്ടുണ്ട്. അതെത്തും. കിരണമാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം നിൽക്കുന്ന ബൂത്തിൽ VVPATന് എന്തോ ഒരു പ്രശ്നം നേരിട്ടിട്ടുണ്ട്. അത് പോളിംഗ് ഉദ്യോഗസ്ഥരെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് ശാന്തകുമാർ വെള്ളാലത്തിന് കിട്ടുന്ന മുറയ്ക്ക് അവിടുത്തെ പ്രശ്നം എന്താണ് എന്നുള്ളത് അറിയാൻ കഴിയും.